ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന നക്ഷത്രക്കാര് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ പൊന്നും പണവും വാരി കൂട്ടാൻ തുടങ്ങും, അന്നു മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ്. അത്ഭുതകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ലളിതമായ കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഏതൊക്കെ നക്ഷത്രക്കാരാണ്, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്. വളരെ ഏതൊരു സാധാരണക്കാരനും ഇതിനൊന്നും വലിയ പൈസ ചെലവ് വരുന്ന കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അത് ചെയ്താൽ അന്ന് മുതൽ ജീവിതത്തിലേക്ക് പൊന്നും പണവും സമ്പത്തും എല്ലാം വരുവാൻ തുടങ്ങും, ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും, ജീവിതം മാറാൻ തുടങ്ങും. അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു കാര്യമാണ്. നിങ്ങളിത് ചെയ്തു നോക്കുക. അതോടൊപ്പം നമ്മുടെ പ്രയത്നം കൂടെ ഉണ്ടാകണം. അപ്പോഴാണ് അത് ശരിക്കും വലിയ സമ്പത്തിലേക്ക് വരും. അപ്പം ഞാൻ ആ ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരാം. അത് അല്പം നെയ്യ് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. അത് ഏത് ദിവസം എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാൻ കുറച്ച് നക്ഷത്രക്കാരുടെ പേര് പറയുന്നുണ്ട്. ആ നക്ഷത്രക്കാരാണ് ചെയ്യേണ്ടത്. അവരുടെ എല്ലാ ജീവിതത്തിലേക്ക് ദിവസം തോറും സമ്പത്തും ഐശ്വര്യവും വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. വലിയ സമ്പത്ത് വരെ വലിയ സമ്പന്നരാകും എന്നുള്ളതാണ്. ഈ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് വലിയ കോടീശ്വരന്മാരുണ്ട്, വലിയ സമ്പന്നരുണ്ട്. അവരെല്ലാം ഇപ്പം ചെറിയൊരു കടയായിട്ട് തുടങ്ങിയവർ പിന്നെ ടൂറിസ്റ്റ് ബസ് വാങ്ങി, അല്ലെങ്കിൽ ബസ്സുകൾ വാങ്ങി, അങ്ങനെ എത്രയോ ആളുകളുണ്ടെന്നറിയോ. ഇതൊക്കെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിയായി ചെയ്തവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതേ രീതി ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഏറ്റവും വിശദമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതായത് ഞാൻ പറയുന്ന നക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകയിരം, അത്തം, ഉത്രാടം, അശ്വതി, ആയില്യം, അനിഴം, പൂരിരുട്ടാതി, രോഹിണി, ഉത്രം, തിരുവാതിര, ചിത്തിര, തിരുവോണം, പുണർദം, ചോതി, അവിട്ടം, വിശാഖം, പൂയം, ചതയം, ഇത്രയും നക്ഷത്രക്കാര് ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. അതായത് മലയാള മാസം അവസാനത്തെ തിങ്കളാഴ്ച ശിവന്റെ നടയിൽ 4 നെയ്വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്, 4 നെയ്വിളക്ക് മലയാള മാസം അവസാനത്തെ തിങ്കളാഴ്ച രാവിലെ ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ നക്ഷത്രക്കാര് അങ്ങനെ മാസത്തിൽ 1 വീതം സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഭഗവാൻ പണവും പൊന്നും സമ്പത്തും വാരിക്കോരി നിങ്ങൾക്ക് തരും. കാരണം ഈ സാമ്പത്തികം ഉണ്ടായവരെല്ലാം ചെയ്യുന്ന ചില വഴിപാടുകളുണ്ട്, അവർ പോകുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. ഈ ദൈവാധീനം പ്രധാന ഒരു ഘടകമാണ്. വലിയ കോടീശ്വരന്മാർ പലരും പോകുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്, അവർ ചെയ്യുന്ന പല വഴിപാടുകളുണ്ട്. അതായത് സാമ്പത്തികം ഉണ്ടായവരെല്ലാം ചെയ്യുന്ന പ്രധാനമായിട്ടൊരു കാര്യം ശിവപ്രീതി വളരെ പ്രധാനമാണ്. കാരണം ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. കാരണം കൂവളത്തലയുടെ ആ ഒരു ഭാഗം മഹാലക്ഷ്മി വസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം കുബേരന് സമ്പത്ത് നൽകിയതും എല്ലാം ശിവൻ തന്നെയാണ്. ശിവന്റെ അനുഗ്രഹം ഉണ്ടാകും, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും, പാർവതിദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ജീവിതത്തിൽ എല്ലാവിധ, അതായത് വലിയ സമ്പന്നര് പലരും ഈ ശിവന്റെയും പാർവതിയുടെയും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പം ഏറ്റുമാനൂരൊക്കെ എത്രയോ ബിസിനസ്സുകാർ വന്നാണ് പൈസ വാരി കോരി അവിടെ കൊടുക്കുന്നത്. അതുപോലെ അവർക്ക് സാമ്പത്തിക ഏറ്റുമാനൂരൊപ്പം കൊടുക്കുന്നുണ്ട്. ശിവന്റെ ഒരു ക്ഷേത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്ന എത്രയോ വലിയ സമ്പന്നർ അവിടെ, അല്ലെ എത്രയോ വലിയ ബിസിനസ് ചെയ്യുന്നവർ അവിടെ പോയി പൈസ അതുപോലെ കൊടുക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, സമ്പത്ത് അങ്ങ് അതുപോലെ ഭഗവാൻ കൊടുക്കുക. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഇത് ഞാൻ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക. മലയാള മാസം അവസാന തിങ്കളാഴ്ച രാവിലെ ചെയ്യാൻ പറ്റാത്തൊരു വൈകിട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. രാവിലെ ചെയ്യാൻ പറ്റുന്നവർ രാവിലെ ചെയ്യുക. 4 നെയ്വിളക്ക് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക. സമ്പത്ത് മാത്രം കരഞ്ഞ് അപേക്ഷിച്ച് ഭഗവാനെ വിശ്വസിച്ച് ആ പ്രാർത്ഥന അങ്ങ് ചൊല്ലണം, ഹൃദയത്തിൽ നിന്ന് വിളിക്കണം. അല്ലാതെ ചുമ്മാ നമ്മളൊരു യാന്ത്രികമായിട്ട് പോയി ഒരു 4 നെയ്വിളക്ക് വെച്ചിട്ട് പോന്നിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സങ്ങ് ചൊല്ലണം. ഭഗവാനെ എന്നുള്ള ആ ഹൃദയത്തിൽ നിന്ന് വിളിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ഇത് മാസത്തിൽ 1 ചെയ്താൽ മതി. മലയാള മാസം അവസാനത്തെ തിങ്കളാഴ്ച
ഇതിൻ്റെ ഗുണങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുകടാക്ഷം ഉണ്ടാകും. തിങ്കളാഴ്ച ശിവന് വഴിപാട് ചെയ്താൽ ഗുരുകടാക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഗുരുക്കന്മാരല്ല. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ഇപ്പം യൂട്യൂബിലെല്ലാം എല്ലാം ഗുരുക്കന്മാരാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരല്ല പറഞ്ഞത്. നമ്മുടെ പ്രപഞ്ചത്തിൽ ചൈതന്യമായ ശക്തികളുണ്ട് ഗുരുക്കന്മാർ, ഈ പ്രപഞ്ചത്തിൽ ഊർജമായിട്ടുള്ള. അപ്പം അവര് നമ്മളുടെ ഇപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ആ ഒരു വെളുപ്പിനെ ആ സമയത്ത് നമ്മുടെ ബോധത്തിലേക്ക് വരും. നമ്മളപ്പം ഡീപ്പ് സ്ലീപ്പിലായിരിക്കും. നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരും. അങ്ങനെ ഗുരുക്കന്മാർ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ജീവിതം മാറും. ഏത് മാറാത്ത ജീവിതവും മാറും. അന്ന് ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നും ഒന്ന് ഏറ്റുമാനൂർ പോകണം, അല്ലെ ചോറ്റാനിക്കര പോകണം. ഇത് ഒരു നിർദ്ദേശം കിട്ടുന്നുണ്ട് ജീവിതം മാറാൻ വേണ്ടി. അത് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗുരു നിർദ്ദേശം തന്നതായിട്ടോ ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അതുണ്ട്. ഗുരുകടാക്ഷം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി വരും. 2 ശാപദോഷങ്ങൾ മാറും തിങ്കളാഴ്ച ശിവന് വഴിപാട് ചെയ്താൽ. ചന്ദ്രന് ആ വലിയ ശാപദോഷങ്ങൾ ഉണ്ടായപ്പം ശിവനെ തിങ്കളാഴ്ച ഭജിച്ചാണ് ചന്ദ്രഭഗവാന്റെ കാലദോഷങ്ങൾ മാറിയത്. അപ്പം ഭഗവാന് തിങ്കളാഴ്ച വഴിപാട് ചെയ്യുന്നവരെ സർവ്വ ശാപദോഷങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ രാഹു ദോഷങ്ങൾ മാറിക്കിട്ടും. രാഹു ഒരാളുടെ ജാതകത്തിൽ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ മോശം കൂട്ടുകെട്ടുകളെ, മോശം റിലേഷനെ, തെറ്റായ പല കാര്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഒക്കെ പോയി ചാടുകയോ അല്ലെ അതിൻ്റെ ഭാഗമാകുകയോ ചിലപ്പം ചെയ്യാം. കലഹം, വഴക്ക്, പ്രശ്നങ്ങളെ, കേസ്, ജയില്, ഇങ്ങനെ വേണ്ട സർവത്ര പ്രശ്നങ്ങളായിരിക്കും രാഹു പിഴച്ചു നിൽക്കുകയാണെങ്കിൽ. എത്രയോ ഗ്രഹനിലകൾ ഞാൻ പരിശോധിച്ചിരിക്കുന്നു, 10,000 ചിലതൊക്കെ പെട്ടെന്ന് മനസ്സിൽ കൂടെ മിന്നിമായുമ്പോൾ ലഗ്നത്തിൽ രാഹു നിൽക്കുക, അതുപോലെ തന്നെ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം വരിക, ആ രാഹു ചന്ദ്ര 4 കൂടെ ആയിരിക്കുക, കൈരേഖയിൽ സൂര്യമണ്ഡലത്തിൽ ഗുണനചിഹ്നം കാണുക, അതുപോലെ ശനിമണ്ഡലത്തിന് താഴെ ഹൃദയരേഖയിൽ നിന്ന് താഴേക്ക് ശാഖ ബുദ്ധിരേഖയിലേക്ക് ഇറങ്ങുക, 15 ലക്ഷത്തിനു മേൽ കടങ്ങളൊക്കെ ഉണ്ടായി. അവരൊക്കെ ജീവിതത്തിൽ അതിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ രാഹു പിഴച്ചു നിൽക്കുന്ന രാഹു മണ്ഡലത്തിൽ, അതായത് രാഹു മണ്ഡലത്തിലും ഗുണനചിഹ്നങ്ങളോ ഒക്കെ കാണുക, അല്ലെ രാഹു ലൈൻ ഉണ്ടായിരിക്കുക. അങ്ങനെ എത്രയോ ആളുകളെ ഞാൻ കൈരേഖകൾ പരിശോധിച്ചിരിക്കുന്നു, അല്ലെ ഗ്രഹനില പരിശോധിക്കുന്നു. ലഗ്നത്തിൽ സർപ്പം വരിക, ലഗ്നത്തിൽ ഒരു പാപഗ്രഹം വന്നാൽ തീർച്ചയായിട്ടും അയാളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കും. പല തെറ്റായ കാഴ്ചപ്പാടുകളെ, തെറ്റായ ചിന്തകളെ ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് രാഹു ആണെങ്കിൽ അവനെ ആശയക്കുഴപ്പത്തിലാകും, കൺഫ്യൂസിങ് മൈൻഡാകും. മാത്രമല്ല അത് ചന്ദ്ര 4 കൂടി ആണെങ്കിൽ സാമ്പത്തികമായി നല്ലൊരു ബാധ്യത ചിലപ്പോൾ ഉണ്ടാകാം. ഇതൊക്കെ അനിഷ്ടപ്രദമായിട്ട് നിന്നാൽ ഇതെല്ലാം കേട്ടോ. ഇങ്ങനെ എത്ര രാഹു പിഴച്ചു നിൽക്കുന്ന ജാതകങ്ങളെ ഞാൻ പരിശോധിച്ചിരിക്കുന്നു. അപ്പൊ ഈ രാഹുവിന്റെ ദോഷങ്ങൾ മാറിക്കിട്ടും. ഈ തിങ്കളാഴ്ച 4 നെയ്വിളക്ക്, ഈ 4 എന്നുള്ള സംഖ്യക്ക് രാഹുവുമായി ബന്ധമുണ്ട്. 4 എന്നുള്ള സംഖ്യക്ക്. അപ്പോൾ അത് തിങ്കളാഴ്ച രാവിലെ ഇത് ചെയ്യുന്നത് 7:30ക്കും 9 മണിക്കും ഇടയ്ക്ക് ചെയ്യണം. തിങ്കളാഴ്ച രാവിലെ രാഹുകാലത്ത് ചെയ്യണം. ശിവന് 4 നെയ്വിളക്ക്. അപ്പം മലയാള മാസം അവസാനത്തെ തിങ്കളാഴ്ച രാവിലെ. അപ്പൊ രാഹു ദോഷങ്ങൾ മാറും. പിന്നെ മാത്രമല്ല ശിവപ്രീതി ഉണ്ടാകും. അപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. സർവ്വ സമ്പത്തും ഐശ്വര്യങ്ങളും ഉണ്ടായി വരുമെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്റെ പ്രത്യേകത. ഇത് നിങ്ങൾ മലയാള മാസം അവസാനത്തെ തിങ്കളാഴ്ചകൾ വീതം, മാസത്തിലൊന്ന് വീതം പറ്റുന്ന പോലെ ആവർത്തിക്കുക. പിന്നെ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചാരിറ്റിക്കായിട്ട് മാറ്റി വെക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം, ചാരിറ്റിക്കായിട്ട്. നമ്മൾ നമുക്ക് എന്ത് കിട്ടിയാലും കുറച്ച് നമ്മൾ ദാനധർമ്മങ്ങൾക്ക് മാറ്റി വെക്കണം. വലിയ ബിസിനസ്സുകാർ പലരും ചാരിറ്റി ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കറിയാം ഈ ചാരിറ്റി ചെയ്താൽ പൈസ വരുമെന്ന്. അതുകൊണ്ട് തന്നെ, അല്ല വേറെ കാര്യമൊന്നുമില്ല, അവർക്കറിയാം. പിന്നെ അവരുടെ ഒരു നല്ല മനസ്സും അതുകൂടെ ഉണ്ട്. പക്ഷെ ചാരിറ്റി ചെയ്യുമ്പോൾ ഒരു നല്ല മനസ്സും കൂടെയാണ്, അതിൻ്റെ അത് സംശയം വേണ്ട. ഇത് ചാരിറ്റി ചെയ്യണം. ചാരിറ്റി ചെയ്യുന്ന അനുസരിച്ച് ഈശ്വരൻ നമുക്ക് തരും ഒരു ഭാഗം. നമ്മുടെ എത്ര വരുമാനം കിട്ടിയാലും, നമ്മുടെ വീഡിയോ കാണുന്ന അതിസമ്പന്നരായ പല ആളുകളും അവരെ കൊണ്ട് പറ്റുന്ന ചാരിറ്റി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫ്രോഡുകൾക്ക് ചെയ്യണമെന്നില്ല. ചിലരുണ്ട് ഈ സഹായം ചോദിച്ച് നടക്കുന്ന ഒരു തൊഴിലാക്കിയവരെ. അങ്ങനെയുള്ളവരെ അയൽപക്കത്ത് അടുപ്പിക്കരുത്. നമ്മൾ കണ്ടു ജെനുവിനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിക്കുക. മനസ്സിലായില്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചാരിറ്റി ചെയ്യണം. ഈ സ്കൂളുകളിലും ഒക്കെ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ സൈന്, കോസ് ഇതൊക്കെ പഠിപ്പിക്കുന്നു.
പിന്നെ ഹാരപ്പ സംസ്കാരം, മോഹൻജദാരോ സംസ്കാരം, അവിടെ ഖനനം ചെയ്തപ്പം ഈ പല പാത്രങ്ങൾ കിട്ടി. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബികോമിന് പഠിച്ചപ്പം എന്നെ ഈ പിന്നെ അക്കൗണ്ടൻസിയുടെ പല കാര്യങ്ങളും, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഇങ്ങനെ എത്രയൊക്കെ കാര്യങ്ങളെ, നിയമങ്ങളെ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു. പക്ഷെ ഇതൊന്നും ജീവിതത്തിൽ ഇപ്പൊ ഈ സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും, ത്വരണം, പ്രവേഗം, ഇതൊന്നും എനിക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. സോഷ്യൽ ഇന്റലിജൻസും ഒക്കെ നമുക്ക് പഠിക്കുന്നതാണ്. പക്ഷെ ഇതിനൊപ്പം നമ്മളെ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ജീവിതചര്യ, രാവിലെ എഴുന്നേറ്റ് വ്യായാമം ആവശ്യത്തിന്, എന്ന് വെച്ചാൽ ഒരുപാട് നേരമല്ല, ആവശ്യത്തിന് വ്യായാമം ചെയ്യണം. ആഹാരക്രമങ്ങൾ, എങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കണം, ആഹാരം ഒരു കൃത്യമായ അളവിൽ വലിച്ചു വാരി ആഹാരം കഴിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് നോക്കിയോ, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ബേക്കറി ഫുഡുകൾ, ഏറ്റവും കൂടുതൽ മനുഷ്യനങ്ങ് വലിച്ചു വാരി ആഹാരം. ഇന്നൊരു സന്തോഷം കണ്ടെത്തുന്നത്, ഒരു സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടു, സന്തോഷം കാണിക്കുന്നത് ഫുഡ് മേടിച്ചു കൊടുത്താൽ. എന്ത് ആഘോഷം ഉണ്ടായാലും സന്തോഷം പ്രകടിപ്പിക്കുന്നത് വിഭവസമൃദ്ധമായ ഫുഡ് വെച്ചാണ്. ഇതെല്ലാം ശരീരമാണ് ഇതെല്ലാം സഹിക്കുന്നത്. ശരീരം അവസാനം പൊട്ടിത്തെറിക്കും. എത്രയോ ചെറുപ്പക്കാരാണ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയിട്ട് മരിക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിലും ഒക്കെ കാണുന്നത്. ഈ അമിതമായ ആഹാരം. അപ്പൊ ജീവിതചര്യയാണ് ഏറ്റവും കൂടുതൽ ഈ സ്കൂളുകളിലൊക്കെ. മറ്റു കാര്യങ്ങൾ പഠിപ്പിച്ചോട്ടെ. ഇപ്പൊ മോഹൻജദാരോയില് ഈ പാത്രം കുഴിച്ചെടുത്തെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല. പക്ഷെ സോഷ്യൽ ഇന്റലിജൻസിന് അത് ആവശ്യമാണ്, ആയിക്കോട്ടെ, തെറ്റില്ല. പക്ഷെ അതിൻ്റെ കൂടെ പഠിപ്പിക്കേണ്ടത് ജീവിതചര്യ. അങ്ങനെ ജീവിതചര്യ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ്. പിന്നെ സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൂടെ പഠിപ്പിക്കണം. അത് ഈ ഒരിടത്തും പഠിപ്പിച്ചു തരുന്നില്ല. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പണം എങ്ങനെ ഉണ്ടാക്കാം. ഈ പണം ഉണ്ടാക്കുന്ന ഒരു സയൻസാണ്. അപ്പം ഞാൻ ബികോം ആയിരുന്നു. ഞാൻ പിന്നെ പല കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളെല്ലാം പണമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പണമില്ലാത്തത്. ജോലി ചെയ്തിട്ടും കൈ പണമില്ലെങ്കിൽ അതൊരാളുടെ കഴിവുകേട് തന്നെയാണ്. നമ്മൾ പണം ഉണ്ടാക്കാൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പണം ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പണം ഉണ്ടാകുന്നുമുണ്ട്. നമ്മൾ ഇപ്പം പാവപ്പെട്ടവരൊന്നും പാവപ്പെട്ടവരായിട്ട് ഇരിക്കുന്നതിൻ്റെ കാര്യം, അവര് പാവപ്പെട്ടവനായി ഇരിക്കാനുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണക്കാരനാകാനുള്ള കാര്യം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പണം എല്ലാവർക്കും ആവശ്യമാണ്. നമുക്കൊരു ചാരിറ്റി ചെയ്യണ പണം വേണം, നമുക്ക് ജീവിക്കുന്ന പണം വേണം. പണത്തെ നമ്മൾ എപ്പോഴും ഗുഡ് മണിയായിട്ട് കാണുക, ഒരു മോശം വസ്തുവായിട്ട് കാണേണ്ട കാര്യമില്ല. ഈ സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം വേണം. നല്ല ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. നമുക്കും പ്രയോജനപ്പെടും, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. അങ്ങനെ മനസ്സിലാക്കുക. ഈ പണം ഉണ്ടാകാത്തതിൻ്റെ കാര്യം ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. സമയക്കണി, നമ്മളെല്ലാം സമയക്കണിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പണം വരാത്തത്. സമയക്കണി എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ രാവിലെ തൊട്ട് 5 മണി വരെ ജോലി ചെയ്യുന്നു. എത്ര കഷ്ടപ്പെട്ടാലും വലിയ മാറ്റമൊന്നും അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. കാരണം വലിയതായിട്ട് ശമ്പള വർധനം ഉണ്ടാകത്തില്ല. കുറച്ചുണ്ടാകും ശമ്പള വർധനവ്. അതൊന്നും ജീവിതത്തിലെ പണക്കാരനാകാനുള്ള പര്യാപ്തമല്ല. അവൻ്റെ ജീവിതം ആ സമയക്കണിക്കുള്ളിലാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ ഇത്ര മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അവന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ ഈ സമയക്കണിക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടാണ് ജീവിതം മാറുന്നത്. അതെങ്ങനെയാണ്? സമയത്തെ വലിച്ചു നീട്ടുക, ലിവറേജ് ചെയ്യുക എന്ന് പറയാം. ലിവറേജ്, വലിച്ചു നീട്ടുക. എങ്ങനെ സമയത്തെ വലിച്ചു നീട്ടാൻ പറ്റുന്നത്? അങ്ങനെ സമയത്തെ വലിച്ചു നീട്ടാൻ പറ്റുമോ? ഇല്ല. സമയത്തെ ഇരട്ടിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ സമയത്തിൻ്റെ, അതായത് ഇപ്പം ഞാൻ ഒരു കട നടത്തുന്നു, ഞാനൊരു ചായക്കട നടത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ചായക്കടയിൽ ഒരു സമയം ധാരാളം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സമയം തന്നെ ധാരാളം ആളുകൾ എൻ്റെ കടയിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ ഒരു സമയം തന്നെ ഒരുപാട് ഇടപാടുകൾ അവിടെ നടക്കുകയാണ്. അങ്ങനെ ദിവസം മുഴുവൻ ഓരോ സമയം ധാരാളം ആളുകൾ എൻ്റെ കടയിലേക്ക് വരുമ്പോൾ ഇടപാടുകളുടെ എണ്ണം കൂടുകയാണ്. സമയം ഒന്നേ ഉള്ളൂ, പക്ഷെ ഒരു സമയത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു സമയം തന്നെ ആ ഒരുപാട് സർവീസുകൾ ചെയ്യാൻ പറ്റുന്നു. അവിടെ സമയത്തെ വലിച്ചു നീട്ടാൻ പറ്റുകയാണ്. എന്ന് വെച്ചാൽ സമയത്തെ ഇരട്ടിപ്പിക്കാൻ പറ്റുകയാണ്. സമയം ഇരട്ടിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം.
ഒരു സമയം തന്നെ കൂടുതൽ ആളുകളിലേക്ക് സേവനം എത്തും. അപ്പൊ എനിക്ക് വരുമാനം കൂടുക ഒരു സമയം തന്നെ. അങ്ങനെയാണ് നമുക്ക് സമയക്കണിയെ നമുക്ക് മുന്നോട്ട് സമയക്കണിയെ അതിജീവിക്കാൻ പറ്റുന്നത്. ഇപ്പൊ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ധാരാളം ആളുകൾ വരുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ ധാരാളം ആളുകൾക്ക് സേവനം കൊടുക്കാൻ പറ്റുന്നു. അപ്പൊ എനിക്ക് പണം കിട്ടുന്നു. അതിനാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുക, അല്ലെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക. സമയക്കണിയെ അതിജീവിക്കാൻ ഒരു പരിധി വരെ സാധിക്കും. 2, ഞാൻ കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ സേവനം എത്തിക്കുന്നു. ഇപ്പം യൂട്യൂബ് വീഡിയോകൾ, അത് ഒരേ സമയം ഞാനൊരു 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ചിലവഴിച്ചൊരു വീഡിയോ ഇടുന്നു. അത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയം തന്നെ പല ആളുകൾ കാണുക. അവിടെ സമയത്തെ ഇരട്ടിപ്പിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഓരോ മിനിറ്റ് കൂടുമ്പോൾ എത്രയോ മിനിറ്റാണ്, പക്ഷെ എൻ്റെ 1 മണിക്കൂർ അല്ലെ എൻ്റെ ഇത്ര സമയം ആകുന്നുള്ളൂ. പക്ഷെ അവരുടെ എത്രയോ സമയങ്ങളാണ് ഞാനൊരു 1 മണിക്കൂർ കൊണ്ട് അല്ലെ 2 മണിക്കൂർ കൊണ്ട് ഞാൻ ചിലവഴിക്കുമ്പോൾ ഈ വീഡിയോ ഓടി കിട്ടുന്നത്. അപ്പൊ സമയത്തെ അങ്ങനെ ഇരട്ടിപ്പിക്കാൻ പറ്റും. ഒന്നുകിൽ നമ്മളുടെ ഒരു സമയം തന്നെ ഒരുപാട് ആളുകളിലേക്ക് സർവീസ് എത്തിക്കുക. അത് ഒരു കട തുടങ്ങിയാലും പറ്റും. നമ്മൾക്ക് കൂടുതൽ ആളുകൾ ഒരേ സമയം തന്നെ നമ്മളുടെ കൂടുതൽ ആളുകൾ നമ്മുടെ കടയിലേക്ക് വരുന്നു. അപ്പം നമുക്ക് ആ ഇടപാടുകളെല്ലാം പണമാണ്. പിന്നെ മറ്റുള്ളവന്റെ സമയത്തെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക. നമ്മൾ കടയിൽ സ്റ്റാഫിനെ വെക്കുന്നു. അപ്പം നമ്മൾ ജോലി ചെയ്യുന്നതോടൊപ്പം ആ സ്റ്റാഫിന്റെ സമയവും നമുക്ക് നമ്മുടെ കടയിൽ ചെലവഴിക്കുക. അപ്പം അവന്റെ സമയവും കൂടെ നമുക്ക് കിട്ടുക. നമ്മൾ അവന് ശമ്പളം കൊടുക്കുക, അവന് പൈസ കൊടുത്ത് അങ്ങനെ സ്റ്റാഫിനെ വെക്കുമ്പോഴേ അത് എല്ലാം ഇരട്ടിക്കുവാണ്. ആ സമയക്കണിയിൽ നിന്ന് നമ്മൾ അതിജീവിക്കുക. അപ്പൊ സമയം നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുകയാണ്. ഇങ്ങനെ ചെയ്യുന്നവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാ, അല്ലെ സ്വന്തമായിട്ട് ഒരു കട നടത്തുന്നവർക്ക് ഇത് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ കാശുമുണ്ട്. ഈ സമയക്കണിയെ അതിജീവിക്കുന്നതിന്റെ പണമുണ്ട്. ഡെയിലി കാശ് വരുന്നവൻ്റെ പണമുള്ളൂ. അതുപോലെ തന്നെ അവന് സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവന് അവന് ആ പണം ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഓഫീസിലോ ഒരുക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ചോദ്യം വരും. പക്ഷെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നവന് അവന് സ്വാതന്ത്ര്യമുണ്ട്, അവൻ്റെ പണമുണ്ട്. അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമുക്ക് പണം ഉണ്ടാവുകയും അതോടൊപ്പം നമുക്ക് സ്വാതന്ത്ര്യം കൂടെ കിട്ടുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നത്. നമ്മൾ സമയക്കണിക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുക. ഈ സമയക്കണി ജീവിക്കുന്നവരുടെ എല്ലാം സാമ്പത്തിക പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന മതി. ഒരു തട്ടുകട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളവും ഇതെല്ലാം വിൽക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തയ്യൽ അറിയാവുന്ന ഒരു തയ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ, സ്ത്രീകളാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അറിയാവുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ, അല്ലെ തുണി കച്ചവടം ആയിക്കോട്ടെ, ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ജീവിതം മാറ്റുന്നത്. കാരണം നമ്മൾ സമയക്കണിക്ക് അപ്പുറത്തേക്ക് പോകുന്നത് അപ്പോഴാണ്. ഇതറിയുന്നവനാ പണക്കാരനാകുന്നത്. പണം ഉണ്ടാകുന്നവൻ ചെയ്യുന്ന ചില കാര്യങ്ങളായത്. അത് ചെയ്യാത്തതുകൊണ്ടാണ് പാവപ്പെട്ടവനായിട്ടിരിക്കുന്നത്. കൂടുതൽ പണം പെറണം. പിന്നെ മാത്രമല്ല, ബിസിനസ് ചെയ്യുന്നവന്റെ അവന്റെ കയ്യിൽ അന്നത്തെ പണത്തിന്റെ ആ ഒരു മൂല്യം കിട്ടും ഏറെക്കുറെ. കാരണം മാർക്കറ്റിൽ ഏതൊരു കാര്യത്തിനും വില കൂടുമ്പോൾ അവന്റെ പ്രൊഡക്റ്റിനും വില കൂടും. അപ്പം പണത്തിന്റെ അന്നത്തെ മൂല്യം കിട്ടും. അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട്. അപ്പം അതുപോലെ തന്നെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ പറഞ്ഞിരുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഇതാണ്ട് ഈ ആദ്യത്തെ വര ചെലവ്, രണ്ടാമത്തെ വരവ് ഇൻകം, അങ്ങനെ 2 വരകൾ ഞാൻ കാണിച്ചിരിക്കുക. പല ആളുകളും ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഈ ചെലവിനെ ചുരുക്കി വരവിനെ കൂട്ടാൻ ശ്രമിക്കും. എൻ്റെ അഭിപ്രായത്തിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ചെലവ് കുറയ്ക്കരുതെന്നല്ല പറഞ്ഞത്, ആഡംബരങ്ങൾ കുറയ്ക്കരുതെന്നല്ല പറഞ്ഞത്. ചെലവിനെ ചുരുക്കിയല്ല വരവ് കൂട്ടേണ്ടത്. ഈ ചെലവ് നമ്മളിപ്പം നമ്മുടെ ഈ പണം ആവശ്യത്തിന് ചെലവഴിക്കണം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ആഡംബരം കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വരവിനെ കൂട്ടിയാ പണക്കാരനാകാൻ ശ്രമിക്കേണ്ടത്. ഒരു സൈഡ് നോക്കിയാൽ മതി, മറ്റേ സൈഡ് അപ്പം ചെറുതായിക്കോ. വരവിനെ കൂട്ടുക, ആർഭാടം കുറയ്ക്കുക. എങ്കിൽ അത്യാവശ്യത്തിന് ചെലവ് വേണം. ഇപ്പം പണമുണ്ട്, നമ്മളൊരു നാരങ്ങാ വെള്ളം കുടിക്കാതെ, ഒരു വണ്ടിയെപ്പോലെ നടക്കാതെ, അങ്ങനെ എത്രയോ ആളുകളുണ്ട് മനസ്സിൽ ദരിദ്രരായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? നമുക്ക് നല്ല ഫുഡ് കഴിക്കണം, നല്ല വീട്ടിൽ താമസിക്കണം, ഒരു സിനിമയെ കാണാൻ പോകുമ്പോൾ നല്ല AC-യിലൊക്കെ പോയിരുന്ന് കാണണം. അത് പണം ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ ഈ അക്കൗണ്ടിൽ കിടക്കാൻ മാത്രമുള്ളതല്ല. ആ പണം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകണം, അല്ലാതെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ചെലവ് ആവശ്യത്തിന് ചുരുക്കണം എന്ന് വെച്ചാൽ വലിയ ആഡംബരത്തിലേക്ക് പോകരുത്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം. പക്ഷെ ചെലവ് കണ്ടമാനം ചുരുക്കിയല്ല പണം ഉണ്ടാക്കേണ്ടത്. വരവ് കൂട്ടുക, ഒരു സൈഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വരവ് കൂട്ടിയാൽ മതി.
അത് നിങ്ങൾ ചെയ്ത് നോക്കുക. വരവ് കൂട്ടുക. വരവ് കൂട്ടണമെങ്കിൽ ദിവസവും പണം വരണം. ദിവസം പണം വരണമെങ്കിൽ ഏതെങ്കിലും സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യണം. അപ്പോഴേ പണം വരത്തുള്ളൂ. ഇപ്പം ഇന്ന് യൂട്യൂബൊക്കെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഇടുന്നതും ആ പണം മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു സമയം തന്നെ ഒരുപാട് പേര് വീഡിയോ കാണുക, ഒരു സമയം തന്നെ നിരവധി ആളുകളിലേക്ക് നിങ്ങളുടെ സേവനം ചൊല്ലുക. നിങ്ങൾക്ക് എന്തോരം ഇന്ന് എല്ലാവരും കഴിവുള്ളവരാ. നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ യൂട്യൂബിലിടുക. അത് ഒരു വഴി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു കട തുടങ്ങുക. ചെറിയ കട ആയിക്കോട്ടെ, നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കണം, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമായിരിക്കണം. പിന്നെ നമ്മളൊരു ഒരു ഒരു കട തുടങ്ങുമ്പോൾ ആണെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ കൂടെ വരുമാനം കൂടുന്നതനുസരിച്ച് വെക്കണം. അപ്പോഴത്തേനുമാണ് നമ്മുടെ വരുമാനം കൂടുന്നത്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നതോടൊപ്പം മറ്റൊരുത്തൻ്റെ സമയം കൂടെ അവിടെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പം കൂടുതൽ സാമ്പത്തികം നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കട തുടങ്ങിയാൽ തന്നെ അവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, നിങ്ങൾ നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കണം, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം. ഈ രണ്ട് കാര്യവും അവിടെ ചെയ്യുന്ന ഡെപ്പോസിറ്റ്, അത് പണമാണ്. നമ്മൾ നമ്മുടെ കടയിൽ വരുന്ന ആളുകൾക്ക് നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുക, അവർക്ക് ന്യായമായ രീതിയിലുള്ള റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുക, നല്ല രീതിയിൽ പെരുമാറുക. ഇത് രണ്ടും ഡെപ്പോസിറ്റാ. കസ്റ്റമർ ഒരിക്കലും നമ്മളെ വിട്ട് പോകത്തില്ല. അല്ലാതെ കട തുടങ്ങിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ അറിയുമ്പോഴാണ്, കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ബിസിനസ്സുകാരും കൊച്ചു കടകളും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ രഹസ്യമാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ്. നിങ്ങൾ ദിവസം ഒരു 100 രൂപ മാറ്റി വെക്കുക. ദിവസം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അത് കുറച്ച് കൂട്ടിക്കൊണ്ടുവരണം. ഒരു വർഷം അല്ലെ വർഷങ്ങളാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക മാറ്റം ഉണ്ടാകും. ഒന്ന്, നിങ്ങൾക്കൊരു ശീലം ഉണ്ടാകും. രണ്ട്, കുറച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കഴിയുമ്പം അവിടെ കോമ്പൗണ്ട് ചെയ്യും. ആ പണം കോമ്പൗണ്ട് ചെയ്യും. ആ പണത്തിന്റെ കൂട്ടി കൊണ്ടുവരുന്ന വലിയ അത്ഭുതങ്ങളായ വലിയ രീതിയിൽ സാമ്പത്തിക വർധന ഉണ്ടായി വരും. ഇതൊക്കെ സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവർക്ക് അല്ലെ ഒരു കടയെങ്കിലും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ മാസത്തിൽ ശമ്പളം കിട്ടുന്നവന് കണക്ക് കൂട്ടി കിട്ടിക്കഴിഞ്ഞ് ആ ചെലവെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. കാരണം അവിടെ സമയക്കണിയില്ല. ആ സമയത്തിനുള്ളിൽ അത് വലിയ മാറ്റങ്ങൾ വരത്തില്ല. ഈ അധ്വാനമെല്ലാം ഒരു സമയപരിധിക്കുള്ളിൽ, ആ സമയത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവനാണെങ്കിൽ അവന് ഒരു സമയം തന്നെ പല ആളുകളിലേക്ക് അവന്റെ സേവനം എത്തുന്നതുകൊണ്ട് പണമായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ പല ആളുകളിൽ നിന്ന് ഒരു സമയം തന്നെ പണം വരുന്നു ഒരു കടയൊക്കെ നടത്തുമ്പോൾ. അങ്ങനെയുള്ളവർ ദിവസം ഒരു 100 രൂപയോ 1000 രൂപയോ ഒക്കെ മാറ്റി വെച്ച് നോക്കുക. പണം കോമ്പൗണ്ട് ചെയ്യും. കുറച്ച് കൂട്ടിക്കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് സമ്പന്നരായിട്ടുള്ളത്. അല്ലാതെ പിന്നെ നമ്മൾ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചാലും വിഷമിക്കരുത്. ആ പണം ഒരു അത്യാവശ്യ കാര്യമാണ്, അത് ചെലവഴിക്കേണ്ട കാര്യമാണ്. അതിന് എനിക്ക് പണം തന്ന ഈശ്വരന് നന്ദി പറയുക. പണം ചെലവഴിക്കുമ്പോഴേ ഈശ്വരനോട് നന്ദി പറയുക. കയ്യിൽ പണം വരുമ്പോഴും ഈശ്വരനോട് നന്ദി പറയുക. ഇങ്ങനൊക്കെ ചെയ്യുന്നവരെ പണമുണ്ട്. കാരണം ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പല കടയിൽ നിന്ന് ആളുകളും ഒക്കെ ഇന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെറിയ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാ. എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ സ്വന്തം നിലയിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചെയ്ത് ജീവിതം മാറിയവർ. ഇതൊക്കെ ഒരു ഈശ്വരാധീനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിതൊക്കെ അറിയുന്നത്. നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി. മണ്ടത്തരങ്ങളുടെയും പൊട്ടത്തരങ്ങളുടെയും പുറകെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഇതുപോലെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട കാര്യമാണ് ഒരു മെഡിക്ലെയിം വേണം. നമുക്കൊരു അപകടം ഉണ്ടായാൽ ഒരു ഇൻഷുറൻസ്, മെഡിക്ലെയിം അതെല്ലാവർക്കും വേണം. ഫാമിലിയായിട്ട് മെഡിക്ലെയിം എടുക്കണം. രണ്ട്, നമ്മളിപ്പോൾ ഈ SIP ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ മാസം ഒരു 1000 രൂപ 2000 രൂപ ഒക്കെ SIP ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ലംസമായിട്ട് ചെയ്യരുത്, SIP ആയിട്ട് ചെയ്യുക. മാസം ഒരു തുക 1000 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ, ഒരു മാസം അത് മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അത് അവനവന് അന്വേഷിച്ച് ആലോചിച്ച് അവനവന് ഒരു ചിലപ്പം നമുക്ക് നഷ്ടം വരാം, ലാഭം വരാം. റിസ്ക് എടുക്കാനുള്ള ധൈര്യം വേണം. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ രക്ഷപ്പെടും. അത് അവനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്യണ്ടെന്നോ ആരോടും പറയത്തില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് റിസ്ക് എടുക്കാനും തയ്യാറായിരിക്കണം. റിസ്ക് എടുക്കുന്നവരെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. ഇപ്പം ഈ ലോങ് ടേം ആയിട്ട് ചെയ്യുമ്പോൾ നഷ്ടം വരത്തില്ല, ഒരു 15 കൊല്ലത്തേക്കൊക്കെ. കാരണം ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ആവറേജിങ് നടക്കും. അങ്ങനെ ഒരു 1000 രൂപ ആയിക്കോട്ടെ 2000 രൂപ ആയിക്കോട്ടെ ഒരു SIP ചേരുന്നു, 10-15 കൊല്ലം കഴിയുമ്പോൾ ഇതങ്ങ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ മക്കളെ പഠിപ്പിക്കാനോ കല്യാണത്തിനോ ഒക്കെ ഉപകരിക്കാം. വലിയൊരു തുകയായിട്ട് വരും. ചിലപ്പോൾ നഷ്ടവും വരാം. എങ്കിലും ലോങ് ടേം ആയിട്ട് ചെയ്യുന്നത് സാധാരണഗതിയിൽ നഷ്ടം വരാൻ സാധ്യത കുറവാണ്.
ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വേണം. പിന്നെ ദിവസവും നമ്മൾ പണം മാറ്റി വെക്കണം. നമ്മളിപ്പം ചിട്ടിക്കൊക്കെ അടയ്ക്കുന്നത്, അത് കൂടാതെ ആരും അറിയാതെ ഇച്ചിരി പൈസ ദിവസവും മാറ്റി മാറ്റി ഒരു സമ്പാദ്യം വെക്കണം. മനസ്സിലായില്ലേ? അത് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും. കാരണം സമ്പാദിക്കാനുള്ള ശീലം ഉണ്ടാകും, മാത്രമല്ല കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ടാകും, ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആണ് ജീവിതം മാറ്റുന്നത്. നമ്മൾക്കൊരു ഒരു നമുക്ക് ഇൻകം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കുക. അത് ഡെയിലി വരുന്നവരാണെങ്കിൽ ഡെയിലി മാറ്റി വെക്കണം, അവർക്ക് പെട്ടെന്ന് മാറ്റം വരുന്നത്. മാസത്തിൽ വരുന്നവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് മാറ്റി വെച്ചാൽ കുറച്ചൊക്കെ മാറ്റം വരും, എന്നാലും വലിയ മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെ വലിയ ഏണിങ്സ് ഉള്ളവരായിരിക്കണം, മാസശമ്പളം വലിയ രീതിയിൽ ഉള്ളവരായിരിക്കണം. പക്ഷെ എങ്കിലും അവർ ആ സമയക്കെണിക്കുള്ളിലാണ്. അവർക്ക് ആ സമയം, ആ സ്വാതന്ത്ര്യം, അത്തരം കാര്യങ്ങളൊക്കെ ഈ ദിവസം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരെ അപേക്ഷിച്ച് കുറവായിരിക്കും. എത്ര വലിയ ശമ്പളം ഉള്ളവരാണെങ്കിലും ഒരു സമയക്കണിക്കകത്താണ് പെട്ട് കിടക്കുന്നത്. അവർക്ക് ഒരു 15 ഒരു കുറച്ചു കൊല്ലം ജോലി ചെയ്ത് കഴിയുമ്പോൾ അവർ ജീവിതം ആസ്വദിക്കുന്നില്ല. ഈ ബിസിനസ്സുകാരല്ലേ, ഈ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ ദിവസം പണം വരുന്നവനാണ് പണം ആസ്വദിക്കുന്നത്. കാരണം അവന് സ്വാതന്ത്ര്യമുണ്ട്, കയ്യിൽ പണം വരുന്നുണ്ട്, ദിവസവും വരുന്നുണ്ട്. ദിവസവും ഒരല്പ തുക മാറ്റി വെക്കണം, അത് കൂട്ടി കൊണ്ടുവരണം. അത്ഭുതകരമായ ജീവിതം മാറും. ഞാൻ ചെറിയൊരു കണക്ക് വേണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ മാസത്തിൽ ഒരു ദിവസവും പൈസ മാറ്റി വെക്കുന്ന വിചാരിക്കുക. 30 ദിവസം ഒരു സ്വന്തമായിട്ടൊരു കടയുണ്ട്, ഒരു 1000 രൂപ ദിവസം മാറ്റുന്നു. ഇപ്പൊ നല്ല ചായക്കടയൊക്കെ കച്ചവടം ഉള്ളിടത്താണെങ്കിൽ 1000 രൂപ മാറ്റാൻ വലിയ കാര്യമൊന്നുമല്ല. 1000 രൂപ മാറ്റുന്നു, 30,000 രൂപ ആയെന്ന് വെച്ചു, പോട്ടെ. 30,000 ഇല്ല, 25,000 എന്ന് പിടിച്ചു. നമ്മൾ 5 ദിവസം ചിലപ്പോൾ മാറ്റാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചു, 25,000 എന്ന് വെച്ചു. ഒരു 40 മാസം ആകുമ്പോൾ എത്ര ലക്ഷം രൂപയായി? 10 ലക്ഷം രൂപയായി 40 മാസം ആകുമ്പോൾ. ദിവസം മാറ്റുമ്പോൾ അറിയത്തില്ല. ഇനി ദിവസം ചില കടകളിലൊക്കെ 2000 രൂപ മാറ്റി വെക്കാൻ പറ്റും. ഒരു 40 മാസം ആകുമ്പോൾ ഒരു മാസം 25,000 രൂപ മാറ്റിയെന്ന് വിചാരിച്ചാൽ മതി. 30,000 രൂപ മാറ്റുന്നില്ല, കാരണം ഇപ്പം ഞായറാഴ്ച ചിലപ്പം കടയില്ലെന്ന് വിചാരിച്ചു, 25,000 മതി. അത് 2000 രൂപ വെച്ച് മാറ്റുവാണെങ്കിൽ 40 മാസം കഴിയുമ്പോൾ ദിവസം 2000 രൂപ വെച്ച് ഒരു മാസം 50,000 രൂപ മാറ്റുമെന്ന് വിചാരിച്ചു. ഒരു 40 മാസം കഴിയുമ്പോൾ 20 ലക്ഷം രൂപയാണ്, പോട്ടെ. ദിവസം 1000 രൂപ മാറ്റി വെക്കുന്നു. ഈ കട നടത്തുന്നവരുടെ കാര്യം പറയുന്നത്. അപ്പം മാസം ഒരു 25,000 മാറ്റുന്നെന്ന് വിചാരിക്കുക. 4 ഞായറാഴ്ച അങ്ങ് പോട്ടെ. 40 മാസം ആകുമ്പോൾ 10 ലക്ഷം. ഇനി 500 രൂപ മാറ്റുന്നു. 40 മാസം ആകുമ്പം 5 ലക്ഷം രൂപ. ഇങ്ങനെ മാറ്റി മാറ്റി അത് കൂട്ടി കൊണ്ടുവരണം മാറ്റുന്നത്. അങ്ങനെ എത്ര സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളുകളുണ്ടെന്നറിയോ? ഈ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവന്റെ, സ്വന്തം ബിസിനസ് നടത്തുന്നവന്റെ എല്ലാവരുടെയും കാശുണ്ടെന്നേ. ശരിയായിട്ട് ചെയ്യുന്നവരെല്ലാം കാശുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലം മേടിക്കണം, അവർക്കൊക്കെ പെട്ടെന്ന് ഏത് കാര്യവും, ഒരു വണ്ടി മേടിക്കണം, എല്ലാം പെട്ടെന്നാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഏത് കാര്യവും പെട്ടെന്ന് സാധിക്കുന്നത്. അവൻ്റെ പണം ഉണ്ട്, അതുകൊണ്ടാണ്. മാസശമ്പളക്കാരനാണെങ്കിൽ ഈ സമയക്കണിക്കിടയിൽ കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടും. ഇത് കരുതി മാസശമ്പളം മോശമാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ ആ സമയക്കണിക്ക് അപ്പുറത്തേക്ക് വരണം. അപ്പം നമ്മളിപ്പോൾ ആദ്യം ഒരിടത്ത് ജോലി ചെയ്യുന്നു, അത് നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം, അത് ജോലി മാസശമ്പളത്തിന് ചെയ്യുന്നു, അത് തെറ്റൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ആ സമയക്കണിക്ക് അപ്പുറത്തേക്ക് വരണം. അപ്പോഴാണ് നമ്മൾ സമ്പത്ത് ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ഒരു ദരിദ്രനായിട്ട് ജനിക്കുന്ന അയാളുടെ കുറ്റമല്ല, പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുന്ന അയാളുടെ കുറ്റമാണ്. അയാളുടെ കുഴപ്പം തന്നെയാണ്. അയാൾക്കത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇന്നിപ്പം ഒരുപാട് സാധ്യതകളുണ്ട് സാമ്പത്തികം ഉണ്ടാക്കാനുള്ളത്. നമ്മൾ നോക്കുക, ഇന്ന് എന്ത് കൊച്ചു കടകളാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. ഒന്നും വേണ്ട, ഈ എന്തെല്ലാം കൊച്ചു ബിസിനസ്സുകൾ, ഒരുപാട് പുതിയ കൊച്ചു സംരംഭങ്ങളെ, കൊച്ചു കടകളെ, അവരെല്ലാം ആ സാമ്പത്തികം നല്ല രീതിയിൽ സാമ്പത്തികം സ്വാതന്ത്ര്യം ഇതിൽ എൻജോയ് ചെയ്യുന്നവരാ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു തന്നെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാവപ്പെട്ടവനായിട്ട് ഇരിക്കുന്നത്, അല്ലെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ്. നമ്മൾ പണം ഉണ്ടാക്കാനുള്ള കാര്യം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് മാസശമ്പളം മോശമാണെന്നല്ല പറഞ്ഞത്. മാസശമ്പളം നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മൾ അതിന് അപ്പുറത്തേക്ക് വരണം. നമ്മൾ ഒരു സ്വന്തമായിട്ടൊരു കാര്യങ്ങളിലേക്കൊക്കെ വരണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. ഈ അവിട്ടം രേവതി ഈ 2 നാളുകാർ ഒരു 5-6 മാസത്തേക്കൊക്കെ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന ചില ആപത്തുകൾ ഒക്കെ ശ്രദ്ധിക്കണം. കാരണം റോഡ് ക്രോസ് ചെയ്യുമ്പോഴും കുളിമുറി കയറുമ്പോഴും അശ്രദ്ധ ഉണ്ടാകുന്ന സമയങ്ങളാണ് അവർക്ക്. സാമ്പത്തിക കാര്യങ്ങളും പിന്നെ കലഹങ്ങളിൽ പോയി ചാടാതെയും ആരോഗ്യപരമായ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു പോകാൻ നല്ലതാണ്. ഞാൻ ഇത് പറഞ്ഞു വെച്ചാൽ വലിയ ദോഷമുള്ള
സമയമല്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ്. മൂലം നാളുകാർക്ക് ഇപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. വിചാരിച്ചാൽ ശരിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മകയിരം നാളുകാർക്ക് ഇപ്പം ഈ ദൂരെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ പറ്റിയ സമയമാണ്. ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. പൂരാടൻ നാളുകാർ പൂരാടൻ നാളുകാർ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരുപാട് ഗ്രഹനിലകൾ നോക്കിയതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ഈ പൂരാടൻ നാളുകാർ ഭദ്രകാളിയെ വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. അതുപോലെ കൃഷ്ണനെ വിളിക്കണം, ഗുരുവായൂരോ അമ്പലപ്പുഴയൊക്കെ പോകണം, ആ ചൈതന്യത്തെ പോയി വണങ്ങിയാൽ ജീവിതം പെട്ടെന്ന് മാറും. പിന്നെ ഈ പുരാണ നാളുകാർക്ക് പലർക്കും സ്വത്തൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇവർക്ക് ജീവിത അന്ത്യത്തിൽ പലപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ആരുടെയെങ്കിലും പേര് എഴുതി കൊടുക്കും, അങ്ങനെ അല്ലെ ആരെങ്കിലും എന്നെങ്കിലും പറഞ്ഞ് അത് എഴുതി മേടിക്കും. ഇങ്ങനെയൊക്കെ ചില അബദ്ധങ്ങൾ ചെന്ന് ചാടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. സ്വന്തം പേര് എന്തെങ്കിലും ഇപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ എഴുതി കൊടുക്കുകയാണെങ്കിലും കാലശേഷം കൊടുക്കുക, അല്ലെ എഴുതി കൊടുക്കുകയാണെങ്കിൽ നോക്കുമെന്ന് ഉറപ്പുള്ള മക്കൾക്ക് എഴുതി കൊടുക്കുക, അങ്ങനെ എഴുതി കൊടുക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒന്നും അങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ ചെയ്യണമെന്നും ഞാൻ ആരോടും പറയാറില്ല. പക്ഷെ ഞാൻ കണ്ട ചില ജീവിതങ്ങൾ മനസ്സിലാക്കിയിരുന്നതാണ്. എപ്പോഴും കയ്യിൽ എന്തെങ്കിലും ഒരു അസറ്റ് ഉള്ളത് നല്ലതാണ്. പിന്നെ അത് ആലോചിച്ച് വിനിയോഗിക്കുക. അവനവൻ്റെ പിന്നെ ഒന്നും ഇല്ലായ്മ വരരുത്. പലർക്കും അനുഭവദോഷം ഞാൻ കാണുന്നുണ്ട്. പോരാടം എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. പലരും ജലിക്കുന്ന പല സമയങ്ങളിലാണ്. ഇതിലൊക്കെ മാറ്റം വരും. പക്ഷെ എങ്കിലും സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇവരെ മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടുന്നതായിട്ട് കൂടുതൽ കാണുന്നുണ്ട്. ഈ വിശ്വാസത്തിന്റെ പേരില ഇവർ പക്ഷേ ഇച്ചിരി ഈ ഏത് കാര്യത്തിനും തർക്കിക്കുന്നവരും കൂടുതൽ ചിന്തിക്കുന്നവരും ഒക്കെയാണ്. പക്ഷെ പലർക്കും ഇവർക്ക് സാമ്പത്തികമായ ഇടപാടുകളിൽ അബദ്ധങ്ങൾ പറ്റുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നല്ല മക്കളൊക്കെയാണെങ്കിൽ അവരുടെ പേര് എഴുതി കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ ചില മക്കളുണ്ട് ഈ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ നോക്കത്തില്ല. പക്ഷെ അതിനൊക്കെ ഇന്ന് നിയമങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു നല്ല വക്കീലുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്താൽ എഴുതി കൊടുത്താലും തിരിച്ചു വാങ്ങാനുള്ള നിയമങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. കാലം മാറി. അതൊക്കെ നമ്മളിപ്പോൾ ഈ വീഡിയോയിലും ഈ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുകളിൽ നിന്നൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും സാമ്പത്തികപരമായ ഏതൊരു ഇടപാട് നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യണം. ഒരാൾക്ക് പണം കടം കൊടുക്കുന്നതായിക്കോട്ടെ, ഏതിടപാടും അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ പല പല ആളുകളുടെ ജീവിതം കണ്ടതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. ജനിക്കുന്ന സമയം അനുസരിച്ച് മാറ്റം വരും. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നൊരു നിർബന്ധമില്ല. ചിലരെങ്കിലും ജീവിതത്തിൽ ചില അനുഭവ ദോഷങ്ങൾ സാമ്പത്തികമായി കണ്ടിട്ടുണ്ട്. അത് നമ്മൾ വിചാരിച്ച ഒഴിവാക്കാനും പറ്റും. ശ്രദ്ധിക്കുക, ഈശ്വരനെ വിളിക്കുക, ശ്രദ്ധിക്കുക. അതാണ് അതിൻ്റെ കാര്യം. അപ്പം അത് ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ആവശ്യം ഉള്ളവർ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് പറഞ്ഞു, ഒരാൾക്ക് പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്ക് അറുനാഴി പായസം ഞാൻ തന്നെ പറഞ്ഞത് അനുസരിച്ച് നേർന്നിട്ട് 1 ഏക്കറിന് മേൽ സ്ഥലം വിറ്റുപോയെന്ന്. അവർക്കൊക്കെ എന്തൊരു എന്തൊരു അനുഗ്രഹമാണ് പുത്തൻകാവിലമ്മയുടെ. 1 ഏക്കറിന് മേൽ സ്ഥലമൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വിറ്റുപോവുക. പിന്നെ വേറൊരാൾക്ക് ഒരു കട ഉണ്ടായിരുന്നു, അത് വിറ്റ് അവർക്ക് ആ കട വിറ്റാലേ അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. കട ഭയങ്കര നഷ്ടമാണ്. പുത്തൻകാവിലമ്മയ്ക്ക് ഒരു വെള്ളിയാഴ്ച ഒരു ഗുരുതി പുഷ്പാഞ്ജലിയും ഒരു കടുംപായസവും 1 മുഴം ചുമന്ന പട്ടും നേർന്ന് ആ കട വിറ്റു. അവരിവിടെ വന്ന് ചെയ്തു. എന്നോട് നന്ദി പറഞ്ഞു. ഈ 2 പേര് എന്നോടുകൂടെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞു, ഈ സ്ഥലം വിറ്റവര്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം, ഒരു ഗുരുത്വം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ പായിപ്പാട് പുത്തൻകാവിലമ്പലം, അതായത് ചങ്ങനാശ്ശേരി, കോട്ടയം ആയിക്കോട്ടെ, തിരുവല്ല ആയിക്കോട്ടെ, ഇതുവഴി വരുന്നുള്ളൂ. ചങ്ങനാശ്ശേരി വന്നിട്ട് പായിപ്പാട് 4 കോടി ബസ്സിൽ കയറിയാൽ 4 കോടി ജംഗ്ഷൻ കഴിഞ്ഞ് 2ാമത്തെ ജംഗ്ഷനാണ് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് 4 കോടിയിലാണ്. അപ്പൊ അവിടുന്ന് 2ാമത്തെ ജംഗ്ഷൻ. പുത്തൻകാവ് ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകളും പുത്തൻകാവിലമ്മയെ കുറിച്ച് കേൾക്കുന്നു, അറിയുന്നു. ഇപ്പൊ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റണമെന്നില്ല. നിങ്ങൾ പറ്റുന്നവർ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അവിടെ വന്ന് ആ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറും. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് അപാരമായ ശക്തിയാണ്. കാനഡയിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട്. അവിടെ ചെയ്തവരെല്ലാം കാനഡ ആയിക്കോട്ടെ, ഈയിടെ ന്യൂസിലൻഡിൽ നിന്ന് വന്നു. ഇതെല്ലാം എൻ്റെ വീഡിയോ കാണുന്നത് തന്നെയാണ്. അവിടെ എല്ലാം ജീവിതത്തിൽ അതുപോലെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ. അവിടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ആ മണ്ണിലൊന്ന് കാലുകുത്തണം, അമ്മയെ വിളിക്കണം. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അവിടെ വഴിപാട് ചെയ്ത കുടുംബമായിട്ട് വഴിപാട് ചെയ്ത കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ബാങ്ക് ജോലി, ഷിപ്പ് ജോലി, അമേരിക്ക ജോലി, ഇതെല്ലാം നടയുടെ മുന്നേ എന്ന് ഞാനിവിടെ വെള്ളിയാഴ്ച തൊഴാൻ ചെല്ലുമ്പോൾ ആ രക്ഷപ്പെട്ടു. എൻ്റെ വീഡിയോ തന്നെ കണ്ടുവരുന്നവരാണ്. അവരുടെ അനുഭവം എന്നോട് പറയാറുണ്ട്. ഞാൻ ആരുമല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്.
ഞാൻ പറഞ്ഞു കൊടുത്ത് പലർക്കും വഴിപാട് ചെയ്ത് ഗുണമുണ്ടായി. എൻ്റെ ജീവിതം മാറ്റിയ അമ്മയാണ്. അപ്പം അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേക്കാം. കാരണം ഈ എല്ലാവർക്കും ചിലപ്പം ഉടനെ വരാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളും നമ്മുടെ വീഡിയോ കാണുന്ന ഒരു അമ്മയെ കണ്ടോട്ടെ. അമ്മയെ നിങ്ങൾ തൊഴുക. നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ വേണേൽ സ്ക്രീൻഷോട്ട് എടുക്കുക അമ്മയുടെ ഫോട്ടോ. നിങ്ങൾ അമ്മയെ ദിവസവും വിളിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച എല്ലാം ഉണ്ടാവും. നിങ്ങൾ അമ്മയെ ഒന്ന് കാണുക. ഇതാണ് പായിപ്പാട് പുത്തൻകാവിലമ്മ. പായിപ്പാട് പുത്തൻകാവിലമ്മ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശിവായ നമഃ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.